ഇത് വെട്ടിയിട്ട് ഉണക്കി കത്തിക്ക് പോലും ചെയ്യുന്ന പായസം കിട്ടിയപ്പോൾ അതിനകത്ത് ഇതിൻ്റെ പൂ കിടക്കുന്നുണ്ട്. അറിവ് പൂവൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. എല്ലാവരും അറിഞ്ഞാണല്ലോ അരളിച്ചെടി കഴിച്ചിട്ട് ഒരു പെൺകുട്ടി മരിക്കുകയുണ്ടായി. അപ്പോൾ ഇതിൽ വിഷാംശം അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഇല കഴിച്ച് ഇലയും പൂവൊക്കെ അറിയാതെ ഉള്ളിൽ ചെന്നിട്ടാണ് മരണം ഉണ്ടായെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. ഇവനാണ് അരളി. വർഷങ്ങളായിട്ട് നമ്മുടെ മുറ്റത്ത് നിൽപ്പുണ്ട്. പൂവൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. എല്ലാവർക്കും അറിയാം. അമ്പലത്തിൽ നിന്നും അല്ലെങ്കിൽ ദേവാലയത്തിൽ നിന്നും പിന്നെ നമ്മൾ പൂക്കടകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപകടമുള്ള ചെടിയാണെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. മെയിനായിട്ട് പൂവിനെക്കാട്ടി വിഷമെന്ന് പറയുന്നത് ഇല, തണ്ട് മുതലായവയൊക്കെയാണ്. അപ്പോൾ ആ പെൺകുട്ടി കഴിച്ചതെന്ന് പറയുന്നത് അറിയാതെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇലയും പൂവും കഴിച്ചെന്നാണ് പറയുന്നത്. ഹൃദയാഘാതം എന്നൊക്കെയാണ് റിപ്പോർട്ട്. നമുക്ക് വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ എന്തായാലും ഇതൊരു വിഷം ഉള്ള ഒരു ചെടിയാണ്. അപ്പം ഇത് വെട്ടിയിട്ട് ഉണക്കി കത്തിക്ക് പോലും ചെയ്യരുത്. ചിലപ്പോൾ കത്തിച്ചാൽ അതിനകത്ത് ഈ കെമിക്കൽ നമ്മൾ ശ്വസിക്കുകയാണെങ്കിൽ അതും അപകടകരമാണ്. ഇപ്പം മെയിനായിട്ട് നമ്മളിത് മുറിച്ച് കളയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ മുതിർന്നവർക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയുണ്ട്. ഏതെങ്കിലും കുട്ടികൾ നമ്മുടെ വീട്ടിലെയോ അല്ലെങ്കിൽ പരിസരത്തെയോ അല്ലെങ്കിൽ വിരുന്നിന് വരുന്ന കുട്ടികളോ ഇത് കഴിക്കുകയാണെങ്കിൽ അവർക്ക് അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഭംഗിയുള്ള പൂവൊക്കെ തരുന്ന ഒരു ചെടിയാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഇത്രയും വിഷമുള്ള കാര്യം നമ്മളിപ്പോഴാണ് നമ്മുടെ സമൂഹത്തിലേക്ക് അറിയുന്നത്. അപ്പോൾ ഇവനെ നമ്മൾ കശാപ്പ് ചെയ്യുകയാണ് ഇവിടുന്ന്. അപ്പോൾ പണ്ട് നമ്മളിത് ഒരു സ്ഥലത്തുനിന്ന് പായസം കിട്ടിയപ്പോൾ അതിനകത്ത് ഇതിൻ്റെ പൂ കിടക്കുന്നുണ്ട്. അറിവില്ലായ്മ കൊണ്ടിട്ടാണ് അന്ന് നമ്മളത് എടുത്തു മാറ്റിയിട്ടൊക്കെയാണ് കഴിച്ചത്. പക്ഷേ ആർക്കും ഒന്നും സംഭവിച്ചില്ല ഭാഗ്യത്തിന്. എന്നും വെച്ച് ഇത് ഇലയും പൂവൊന്നും തിന്നേക്കരുത്. എല്ലാവർക്കും ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവണമെന്ന്. വിഷമുള്ള ചെടിയാണ്. എന്തായാലും ആരും ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ നമ്മളിവനെ നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്ന് നീക്കം ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, എല്ലാവരും വെട്ടിക്കളയുക. പ്രത്യേകിച്ച് കുട്ടികളുണ്ടെങ്കിൽ, അറിവില്ലാത്തവരുണ്ടെങ്കിൽ ചിലപ്പോൾ അറിയാതൊക്കെ ഫോണൊക്കെ വിളിച്ചിട്ട് വന്ന് ഇത് എന്തെങ്കിലും ഓർത്തുകൊണ്ടൊക്കെ പറിച്ചിട്ട് തിന്നുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപകടം ഉണ്ടാകും. സന്ധ്യസമയത്ത് സൺഗ്ലാസും വെച്ച് ഇത് വെട്ടാൻ വേണ്ടിയാണ് സൺഗ്ലാസ് വെച്ചത്. വല്ല കറയൊക്കെ തെറിച്ച് നമ്മുടെ കണ്ണിൽ വീഴുകയാണെങ്കിൽ അതിനെ ചെറുക്കാൻ വേണ്ടിയാണ് വെച്ചത്. ഇതൊരു ഷോ ആയിട്ട് കാണരുത്. അപ്പോൾ അരളിയെ നമ്മൾ പൂർണ്ണമായും നമ്മുടെ മുറ്റത്തുനിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. നീ ക്ലോസ് വാ, നീ വാ. ഇതാണ് ഇവൻ്റെ ഇല, അരളിയുടെ ഇല. അടുത്ത് കാണിച്ചോ, എല്ലാവരും കാണട്ടെ. അപ്പോൾ ഇത് പൂവില്ലാത്ത സീസണാണ്. അപ്പോൾ ഇവനെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതുകൊണ്ട് കത്തിക്കുന്നൊന്നുമില്ല. നമ്മളിത് എവിടെയെങ്കിലും സുരക്ഷിതമായി ഉപേക്ഷിക്കുകയാണ്. കത്തിച്ച് കഴിഞ്ഞാൽ എന്തോ കെമിക്കലൊക്കെ പുറത്ത് ചാടും. കത്തിക്കുന്നവന് പ്രശ്നമാണെന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിവൊക്കെ ഉള്ളവരെ, ശാസ്ത്രീയമായിട്ട് ബോധമുള്ളവരൊക്കെ അതിനെപ്പറ്റി കമൻ്റ് ഇടുക. കൂടുതൽ ആളുകൾക്ക് അറിവ് കിട്ടട്ടെ. അവിടെ ഒരു ചർച്ച ചെയ്യുക. അത്രേ ഉള്ളൂ. താങ്ക് യു.